Hi everyone, Assalamualaikum. Welcome to Fatima's Kitchen. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പുഴുങ്ങപ്പത്തിരിയാണ്. ചെമ്മീൻ വെച്ചിട്ടുള്ള പുഴുങ്ങപ്പത്തിരി. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ചെമ്മീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ 3 മണിക്കൂർ കുതിർത്ത അരിയുണ്ട്. ചൂടുവെള്ളത്തില് ഒരു 2 കപ്പ് പുഴുക്കലരി കുതിർത്തെടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് തേങ്ങയും ജീരകവും ചേർത്ത് ഒന്ന് നന്നായിട്ട് കട്ടിക്ക് അരച്ചെടുക്കണം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേഷനരിയാണ് കുതിർത്തെടുത്തത്. ഏത് പുഴുക്കലരി വേണമെങ്കിലും ഉപയോഗിക്കാം, റേഷനരിയും ഉപയോഗിക്കാം. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതിലേക്ക് 1 പിടി സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് അരി കുതിർത്തത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ് തയ്യാറാക്കാം. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ചമുളകും വേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി വന്നു കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കി കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി 3 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം വാഴയില 2 വാഴയില എടുക്കുക. ആ 2 വാഴയില ഇതേപോലെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. കൈവെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് വെള്ളം ഒന്ന് കൈ നനയ്ക്കണം. അതിനുശേഷം നന്നായിട്ട് പരത്തി കൊടുത്തുകൊണ്ട് 2 എണ്ണം പരത്തി വെച്ചതിന് ശേഷം ഒരെണ്ണത്തിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. നന്നായിട്ട് പരത്തി കനം തീർത്ത് കുറയാനും പാടില്ല, കനം കൂടാനും പാടില്ല, അതേപോലെ പരത്താം. പരത്തിയതിന് ശേഷം നമുക്കതിലേക്ക് ഫില്ലിങ് റെഡിയാക്കിയതിനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫില്ലിങ് നമുക്ക് എടുത്തു വെക്കാം. ഫില്ലിങ് നടുവില് വെക്കണം. ഒരുപാട് സൈഡിലേക്ക് പോകരുത്, ഒരുപാട് കട്ടിയിലും വെക്കാൻ പറ്റില്ല. ഒരുപാട് സൈഡിലേക്ക് പോകാതെ ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം. അതിനുശേഷം വേറൊരു വാഴയില പരത്തി വെച്ചതിനെ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിനെ നന്നായിട്ട് സൈഡിൽ പോവാതെ വളരെ ശ്രദ്ധയോടെ തന്നെ ഫില്ലിങ് വെക്കാം. ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് പരത്തി വെച്ചതിനെ എടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ട് ഒരേപോലെ ഒപ്പത്തിന് തന്നെ നമുക്ക് വെച്ചു കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് സൈഡെല്ലാം ഒന്ന് അമർത്തി കൊടുക്കാം. ചുറ്റോട് ചുറ്റും നല്ലോണം അമർത്തി കൊടുക്കണം. സെന്ററിൽ അമർത്തരുത്. ശേഷം സ്റ്റീമറിലേക്ക് ഇതേപോലെ വെച്ചിട്ട് അടച്ച് വെച്ച് 15 to 20 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം.
നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ കുത്തി നോക്കുമ്പോ അതിൽ പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇതൊന്നും പിടിക്കുന്നില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ പുഴുങ്ങപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുമാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഇതേപോലെ തന്നെ മുറിച്ച് നമുക്ക് മാറ്റാം. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.